ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാകുന്ന ആ കൂന്തൽ നഴ്സറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് കൂന്തലൊക്കെ ക്ലീനാക്കി നീറ്റാക്കി വെക്കുക. സവാള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കിയിട്ടുണ്ട് സവാളൻ്റെ കുഞ്ഞി ആക്കിയത് ഇതുപോലെ അരിയണേ. ഒക്കെ തക്കാളി അരിയണം. പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ വഴറ്റി പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയും ഇതിലേക്ക് ചേർക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, വേറെ ഒരു എണ്ണയും ഒഴിക്കരുത്. അപ്പോൾ ടേസ്റ്റും രുചിയൊക്കെ മാറും. പിന്നെ നമുക്കിതിലേക്ക് വഴറ്റാൻ കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ വഴണ്ട് വരുമ്പോൾ പൊടികൾ ചേർക്കുക. പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ജീരകം പൊടിച്ചതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കറി ലീഫും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ടൊമാറ്റോ ചേർക്കണം. ചെറിയൊരു ടൊമാറ്റോ കട്ട് ചെയ്താണ് ചേർക്കേണ്ടത്. പിന്നെ കൂന്തലിൻ്റെ കുറച്ച് പീസ് ചേർക്കാനായിട്ട് നല്ലപോലെ ഇറക്കിയെടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ, ചെറുള്ളി, ജീരകം ചേർത്തിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ സവാള മിക്സിയിലേക്ക് ഇതും ചേർത്ത് അതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൂന്തലിലേക്ക് നടക്കാം. അതിനായി കൂന്തലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നിറച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇത് കുറേ ചേർക്കരുത്, കുറേ ചേർത്ത ഫില്ലിങ് കുറച്ച് ചേർക്കുക. കൂടുതൽ ചേർത്താൽ വയറിനാണ് പൊട്ടും. ചെറിയ കൂന്തൽ ഇരിക്കട്ടോ, വലിയ കൂന്തൽ ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷെ ചെറിയ കൂന്തൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വയറിനർപ്പിച്ച കൂന്തലൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മളൊരു പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കൂന്തൽ വരി വരിക്കായി നിറച്ച് കേട്ടോ വെക്കുക. എന്നിട്ട് മൂടിയൊക്കെ കുറച്ച് സമയം ഇത് വേവിച്ചെടുക്കുക. കുറേ സമയം വേവിച്ചെടുത്ത് ഈ വേവിക്കൽ കുറച്ച് വേവിക്കുക. നല്ല വേവിച്ചാൽ കൂന്തൽ ടേസ്റ്റൊക്കെ മാറി ടേസ്റ്റൊക്കെ വേറെതാവും. കച്ചാൽ ഡബ്ബർ പോലെ പിന്നെ തിന്നാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾ വേവിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുള്ള കനൻ. ഇനി നമുക്ക്